ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനിടയായി. തുടർന്ന് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താൻ. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും. ഇവിടെ 20-21 വാക്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വരവിനെ കുറിച്ച്, അതായത് ക്രിസ്തു തന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഈ 22-ാം വാക്യത്തിൽ അവിടുന്ന് തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്, ലോകാവസാനം നടക്കുവാൻ പോകുന്ന അതിനെക്കുറിച്ചാണ് താൻ പറയുന്നത്. മനുഷ്യപുത്രന്റെ ആ ദിവസത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് താൻ പറയുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുവാൻ പോകുന്നതാകുന്ന കഷ്ടതകളും പീഡകളും ഇതെല്ലാം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. യേശുവിന്റെ മരണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാർ ഭീകരമായ പീഡനത്തിലൂടെ കടക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്നത്. 25-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടുന്ന് വീണ്ടും വരുന്നതിന് മുൻപ് താൻ തന്നെ കഷ്ടം സഹിക്കുകയും മരിക്കുകയും വേണമെന്ന് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. 26, 27 വാക്യങ്ങളില് അപ്രതീക്ഷിതമായ തന്റെ വരവിനെ കുറിച്ച് അരുളി ചെയ്യുന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ന്യായവിധി കർത്താവായിട്ട് താന് ആയിരിക്കും വരുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെ സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങള്, ലോത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങള്, ഇതെല്ലാം നമുക്ക് വിശുദ്ധ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്ന സത്യങ്ങളാണ്. അപ്പോൾ ഇവിടെയും ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ വളരെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള സംഭവങ്ങൾ അനേകം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്പാൽപ്പം കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. എങ്കിലും അത് വീണ്ടും ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ലല്ലോ. ഇന്ന് നാം ഒന്ന് നോക്കിയാൽ, ഒരു വശത്ത് കടലിൽ വലിയ ദുരന്തങ്ങൾ തുടർമാനമായി നടക്കുന്നു, കപ്പൽ ഛേദങ്ങൾ തുടർമാനമായി നടക്കുന്നു. ഇപ്പോഴും കപ്പലിലെ തീ അണയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കപ്പൽ ഛേദത്തിൽ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ കണ്ടെയ്നറുകൾ അത് 100 കണക്കിന് ഒഴുകിക്കൊണ്ട് നമ്മുടെ ഓരോ തീരങ്ങളിലും അത് അടിഞ്ഞുകൂടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പണ്ടൊക്കെ വല്ല മത്സ്യങ്ങൾ വല്ലതും ചത്ത് തീരങ്ങളിൽ അടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 100 കണക്കിന് കണ്ടെയ്നറുകൾ, അതോ മാരകമായ വിഷങ്ങളുമായിട്ടാണ് അത് കരയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും അത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കടലിന്റെ സ്ഥിതി, ആകാശത്ത് വിമാനങ്ങൾ ഓരോ ദിവസവും മുമ്പൊന്നും ഇല്ലാത്തതുപോലെ ചിലത് കത്തുന്നു, ചിലത് കേടുപാടുകളോടുകൂടി നിലത്തിറക്കുന്നു. മനുഷ്യന് യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അനേകർ അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ അവര് കാണാതായി, അഥവാ കത്തിക്കരിഞ്ഞ് അവരുടെ ജീവിതം അവസാനിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്.
അപ്പോൾ മനുഷ്യനിതൊന്നും, അല്ലെങ്കിൽ മരണാനന്തരം എന്ത് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഈ ലോകത്ത് എന്തൊക്കെയോ നേടാൻ വേണ്ടിയുള്ള വലിയ ഓട്ടമാണ് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ മിന്നൽ വേഗത്തിൽ തന്നെ കർത്താവിന്റെ വരവ് നടക്കും എന്നുള്ളത് ദൈവവചനത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നാം ഒന്നുകൂടി ഉണർന്ന് തലകളെ ഉയർത്തേണ്ടുന്നതായ കാലം അതിക്രമിച്ചു പോയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ ഗോളത്തിലും എന്തൊക്കെയോ പലരും നേടുവാനുള്ളതായ പരക്കം പാച്ചിലുകളാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഒരുങ്ങുവാൻ മാത്രമുള്ള സമയമാണ് ലോകത്ത് ഇനി അവശേഷിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ രാജ്യം, നീതിയിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും നദി പോലെ, കവിഞ്ഞിടും സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം പാരിടത്തിൽ എന്നുമേ. പാവനനാമേശുവിൻ കൂടെ വാഴാൻ സാധ്യമേ. ദൈവത്തിൻ രാജ്യം, നീതിയിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും നദി പോലെ, കവിഞ്ഞിടും സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം പാരിടത്തിൽ എന്നുമേ. പാവനനാമേശുവിൻ കൂടെ വാഴാൻ സാധ്യമേ. രാജരാജൻ യേശുരാജൻ ഭരണം ചെയ്യുമ്പോൾ ക്ലേശമില്ല ലേശവും ഭാവി ഭദ്രമേ. രാജരാജൻ യേശുരാജൻ ഭരണം ചെയ്യുമ്പോൾ ക്ലേശമില്ല ലേശവും ഭാവി ഭദ്രമേ. വാഴുക വാഴുക ദൈവദൂത തുല്യരായി നിത്യവും നാം, ദൈവദൂത തുല്യരായി നിത്യവും നാം. ദൈവത്തിൻ രാജ്യം, നീതിയിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും നദി പോലെ, കവിഞ്ഞിടും സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം പാരിടത്തിൽ എന്നുമേ. പാവനനാമേശുവിൻ കൂടെ വാഴാൻ സാധ്യമേ.